ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദ പ്രോഫറ്റിക് ഓറക്കിളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രകളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെടുകയാണ്. നാളെയെക്കുറിച്ചുള്ള ആശങ്കകളും ആര് നിങ്ങളെ സഹായിക്കുമെന്ന ചോദ്യങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്ന സന്ദേശം ഇതാണ്: നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾക്ക് മുമ്പേ പോകുന്ന ഒരു സ്വർഗീയ കാവൽ ഇന്ന് നിങ്ങളുടെ അരികിൽ ഇറങ്ങുകയാണ്. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളെ സുരക്ഷിതമായി എത്തിച്ചേർക്കും. ഇന്ന് നമ്മുടെ ഈ പ്രവചന സന്ദേശത്തിന് ആധാരമായ തിരുവചനം പുറപ്പാട് പുസ്തകം അതിന്റെ 23-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണ്. വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നെ കൊണ്ടു ചേർക്കേണ്ടതിനും ഇതാ ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പിൽ അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂ പ്രയാണത്തിൽ ശത്രുക്കളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം മോശയിലൂടെ ഈ വലിയ പ്രവചനം കൈമാറുന്നത്. ദൈവം വെറുതെ ഒരു വഴി കാണിച്ചു തരിക മാത്രമല്ല ചെയ്യുന്നത്, ആ വഴിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ ഒരു സ്വർഗീയ ദൂതനെ നിയോഗിക്കുകയും ചെയ്യുന്നു. ഞാൻ നിയമിച്ചിട്ടുള്ള സ്ഥലം അഥവാ ദൈവം നിങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള ഒരു ലക്ഷ്യ സ്ഥാനമുണ്ട്, ഒരു ഡെസ്റ്റിനി ഉണ്ട്. മനുഷ്യർ നിങ്ങളെ തളർത്താൻ നോക്കിയാലും സാഹചര്യങ്ങൾ എതിരായാലും ദൈവം നിങ്ങൾക്കായി കരുതിയ അനുഗ്രഹത്തിന്റെ അതിരുകളിൽ നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾക്ക് കാവലായി മുമ്പിൽ നടക്കുന്നത് ദൈവത്തിന്റെ ദൂതനാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രവചന ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജോലിയുടെ മേഖലകളിൽ, വിദ്യാഭ്യാസത്തിൽ, ബിസിനസ്സിൽ, കുടുംബ ജീവിതത്തിൽ, പുതിയ യാത്രകളിൽ നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങളെല്ലാം ദൈവത്തിന്റെ ദൂതൻ മാറ്റിക്കളയും. അവൻ താമ്രവാദികളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഉടച്ചു നിങ്ങൾക്കായി വഴി തുറക്കുന്നു. വഴി തുറക്കുക മാത്രമല്ല, അവൻ നിങ്ങൾക്ക് മുമ്പിലായി യാത്ര ചെയ്യും. അദൃശ്യമായ ശത്രുക്കളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒരു സ്വർഗീയ സംരക്ഷണം ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. ഇതുവരെ വഴി കാണാതെ അലഞ്ഞ ഇടങ്ങളിൽ ദൈവം കൃത്യമായ വഴിത്താരകൾ ഒരുക്കി അവൻ നിശ്ചയിച്ച വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. ആമേൻ. ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്ത നിവൃത്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഭയം മാറി പൂർണ്ണ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പ്രവചന സന്ദേശം കേൾക്കുന്ന അങ്ങയുടെ മക്കളെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദൂതന്മാരെ അവർക്ക് മുമ്പായി നടത്തി വഴിയിലെ എല്ലാ കെണികളിൽ നിന്നും താഴ്വരകളിൽ അവരെ എത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യാശ നിറഞ്ഞ ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ശാലോം.